സുവിശേഷത്തിൻ്റെ ജീവിതം പ്രതിസന്ധിയുടെ ജീവിതമാണെന്നാണ് വചനത്തിൽ പറയുന്നത്. അവസാന നാളുകളിൽ സുവിശേഷത്തിന് വേണ്ടി ജീവിതം നയിക്കുന്നവരൊക്കെ പീഡിപ്പിക്കപ്പെടുമെന്നുള്ള ഒരു താക്കീത്. ഒന്ന് ആലോചിച്ച് നോക്കി സ്നേഹമുള്ളവരെ, ക്രിസ്തുവിൻ്റെ കൂടെ നീ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ സഹനമുണ്ടാകുമെന്ന് വചനത്തിലൂടെ ഈശോ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പല വിധത്തിലുള്ള സഹനങ്ങൾ, രോഗങ്ങളായിരിക്കാം, ഒറ്റപ്പെടലുകളായിരിക്കാം, തെറ്റിദ്ധാരണകളായിരിക്കാം, എന്തിന് സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും എതിർപ്പുകളും ശത്രുതയും ഉണ്ടാകുമെന്നാണ് വചനത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. നോക്കി, നമ്മുടെ കുടുംബത്തിലൊക്കെയുള്ള അസ്വസ്ഥതകളൊക്കെ ഈശോയ്ക്ക് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പെറ്റമ്മയെപ്പോലും ഒരു സഹാനുഭൂതിയില്ലാതെ കാണുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് നമുക്ക് നമ്മുടെ കുടുംബങ്ങളുടെ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബങ്ങളിൽ ഐക്യം ഉണ്ടായാലാണ് നമ്മുടെ ഇടവകകളിൽ ഐക്യം ഉണ്ടാവുള്ളൂ, സഭയിൽ ഐക്യം ഉണ്ടാവുള്ളൂ. ഈ ഐക്യത്തിലേക്ക് വരണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഇനി പീഡനമേൽക്കുമ്പോൾ, ദേശാധിപതിയുടെ മുൻപിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എന്തുത്തരം നൽകണമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുമെന്നാണ് ഈശോ ഓർമ്മിപ്പിക്കുന്നത്. അഗെയിൻ, പരിശുദ്ധാത്മാവ് നിൻ്റെ കൂടെ ഉണ്ടാകും. നിൻ്റെ സഹനങ്ങളിലും വേദനകളിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ സഹായമുണ്ടെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ വേദനകളിലും സഹനങ്ങളിലൊന്നും നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ കൂടെ ദൈവമുണ്ട് എന്നുള്ള വലിയൊരു ബോധ്യത്തിലേക്ക് നമുക്ക് വളരേണ്ടതായിട്ടുണ്ട്. ആ ഒരു വലിയ ബോധ്യമാണ് നമ്മുടെ ജീവിതത്തിന് വലിയൊരു കോൺഫിഡൻസ് വളർത്തി തരിക. അപ്പോൾ അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് ദൈവത്തിൽ പൂർണ്ണ ആശ്രയത്തിലേക്ക് വളരാനായിട്ടൊന്ന് പരിശ്രമിക്കാം. ഈശോയെ സ്വന്തമാക്കാനായിട്ടൊന്ന് പരിശ്രമിക്കാം. അങ്ങനെ ഈശോയെ സ്വന്തമാക്കി ഈശോയുടെ കൂടെ സഞ്ചരിക്കാൻ, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈശോയുടെ ചാരത്ത് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.